നമസ്കാരം. കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ 10ാം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് സർക്കിൾ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുക. ഏറ്റവും ആദ്യം ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് സർക്കിളിൽ ചെന്ന് മുട്ടുമ്പോൾ അവിടെ 90 ഡിഗ്രി ഉണ്ടാകുന്നു. അതായത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അടുത്തത് വെളിയിലാണ് ആ പോയിന്റ് പോകുന്നതെങ്കിൽ ബിലോ 90 എന്നും അകത്താണ് കൂട്ടിമുട്ടുന്നത് എങ്കിൽ അവിടെ എബവ് 90. അതായത് എൻഡ് പോയിന്റ്സ് ഓഫ് ദി ഡയമീറ്റർ ജോയിൻ ടു പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ എബവ് 90, ഔട്ട്സൈഡ് ദ സർക്കിൾ ബിലോ 90, ഓൺ ദ സർക്കിൾ 90 ഡിഗ്രി. അടുത്ത മൂന്നാമത്തത് ഒരു സർക്കിളിലെ സെന്ററിലോട്ട് ഒരു ആർക്കിന്റെ എൻഡ് പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ആംഗിൾ ഉണ്ടാകുന്നു. അതാണ് സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക്. അത് വെളിയിലുണ്ടാക്കുന്ന ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ആംഗിൾ ഇൻ ദ റിമൈനിങ് ആർക്ക് ഈസ് ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ. സെൻട്രലിലുള്ളതിന്റെ പകുതിയാണ് വെളിയിലുണ്ടാക്കുന്നത്. അതായത് ഈ ആർക്കിൽ എവിടെ ഉണ്ടാക്കിയാലും, ഈ റിമൈനിങ് ആർക്കിൽ എവിടെ ആംഗിൾ വന്നാലും അതും ഇതിന്റെ പകുതിയായിരിക്കും. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 50. അടുത്തത് ഇത് രണ്ട് പോയിന്റുകൾ. ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്ത് നമുക്കൊരു ലൈൻ വരച്ച രണ്ട് സെഗ്മെന്റുകളാണ്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സെഗ്മെന്റുകൾ ആയതുകൊണ്ട് ആംഗിൾ ഇൻ ദ ഓപ്പോസിറ്റ് സെഗ്മെന്റ്സ് ആർ സപ്ലിമെന്ററി. എന്ന് വെച്ചാൽ എ പി ബിയും എ ക്യു ബിയും കൂട്ടിയാൽ 180 ആണ്. ഇവിടുത്തെ ആംഗിൾ തന്നാൽ ഇത് കാണാൻ 180യിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും. അടുത്തത് എയും ബിയും സർക്കിളിലെ രണ്ട് പോയിന്റുകളാണ്. ഈ രണ്ട് പോയിന്റിൽ നിന്നും പോകുന്ന ലൈനുകൾ കൂട്ടിമുട്ടുന്നത് ഈ സർക്കിളിലാണെങ്കിൽ അവിടെ ചില ആംഗിൾസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് എ ക്യു ബി, എ പി ബി, എ ആർ ബി ഇതെല്ലാം സെയിം ആണ്. ഇതിന് പറയുന്നത് ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. അടുത്തത് ഒരു ക്വാഡ്രിലാറ്ററൽ നോക്കുക, എ ബി സി ഡി. ഇതിന്റെ വെർട്ടിസസ് 4 സർക്കിളിലായതുകൊണ്ട് ഇതിനെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. അതിന്റെ പ്രത്യേകത ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 കിട്ടും. ഇതും കൂടെ കൂട്ടിയാൽ 180, എയും സിയും കൂട്ടിയാലും 180. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180, ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡിയും 180. അടുത്തത് ഇതിൽ പഠിക്കാനുള്ളത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഈ എക്സ്റ്റീരിയർ ആംഗിൾ ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിളിന് ഈക്വൽ ആണ്. അതായത് ഇത് രണ്ടും സെയിം ആയിരിക്കും. ഈ ഫിഗർ ഇതുപോലെ ഓർത്ത് വെക്കുക. ഈ രണ്ട് ആംഗിൾസും സെയിം ആയിരിക്കും. അടുത്തത് രണ്ട് കോഡുകൾ കൂട്ടിമുട്ടുന്നു. എ ബിയും സി ഡിയും അകത്ത് സർക്കിളിനകത്ത് പി എന്ന പോയിന്റിൽ കൂട്ടിമുട്ടിയാൽ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓർത്ത് വെക്കുക, പുറകോട്ടും മുന്നോട്ടും. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. കോമൺ പോയിന്റ് ആണ് പി. ഇതിൽ നിന്നാണ് എല്ലാം. നോക്കുക, പി 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 എന്ന് ഫസ്റ്റ് എഴുതിയിരിക്കുന്നു. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അടുത്ത ഇക്വേഷനും സെയിം തന്നെയാണ്. പക്ഷെ വരച്ചിരിക്കുന്ന നോക്കുക, കോഡുകൾ രണ്ടും നീട്ടി വരച്ച് വെളിയിൽ പോയി കൂട്ടിമുട്ടി. അപ്പോൾ അവിടുന്ന് ഉണ്ടാക്കുന്ന നീളം നോക്കാം. ഇത് പി എയും പി ബിയും മൾട്ടിപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് പി സി ഇൻറ്റു പി ഡി. അപ്പോൾ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അടുത്തത് ഇത് കോഡ്. ഈ കോഡ് ഡയമീറ്റർ ആയിട്ട് മാറി. അതായത് സെൻട്രിൽ കൂടെ പോകുന്നു എ ബി. ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് പി സി. പെർപെൻഡിക്കുലർ ആണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഇതുപയോഗിച്ച് വരയ്ക്കാനുള്ള ചോദ്യങ്ങളുണ്ട്. √12 ഉള്ള സ്ക്വയർ വരയ്ക്കാൻ, √12 നീളമുള്ള ലൈൻ വരയ്ക്കാൻ, √10 ഉള്ള നീളമുള്ള ലൈൻ വരയ്ക്കാൻ. ഇതിനൊക്കെ ഈ ഇക്വേഷനാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ഫൈൻഡ് ആംഗിൾ ഒ ബി സി. ഒ ബി സി ഈ ആംഗിൾ കണ്ടുപിടിക്കണം. എ യു ബി, ഒ ബി എ, ആംഗിൾ ഡി. ഇതിന് 4 മാർക്കാണ്. ചോദ്യം നോക്കുക, ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി കൊടുത്തിരിക്കുന്നു. ഇത് സെന്റർ ആണ്. അപ്പോൾ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ, അതായത് ഒ സി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ, ഒ സി ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ 50 എന്നുള്ളത് ഇവിടെ 30 ആയതുകൊണ്ട് ഇവിടെ 30 ആകും. കാരണം ഒ എയും ഒ സിയും തുല്യമാണ്. റേഡിയസുകൾ തുല്യമായതുകൊണ്ട് ഇതൊരു ഐസോസെലസ് ട്രയാംഗിൾ ആയി. അപ്പോൾ ബേസ് ആംഗിൾ ഈക്വൽ. ഇവിടെ 30 ആയതുകൊണ്ട് 30 എന്ന് ഓർക്കുക. മിച്ചമുള്ള 20 ഇപ്പുറത്ത് വരും. ഇവിടെ 20 വന്നുകൊണ്ട് താഴെയും 20 ആണ്. ഇനി ഈ ആംഗിൾ 50 ആയതുകൊണ്ട് ഇവിടെ സെന്ററിൽ വരുന്നത് ഡബിൾ 100 എന്ന് വരും. കൂടാതെ ഡി എന്ന ആംഗിൾ ഇവിടെ 50 ആയതുകൊണ്ട് ഇത് 180 മൈനസ് 50 130 എന്ന് വരും. പിന്നെ നമുക്ക് കാണേണ്ടത് ഒ ബി എ ആണ്. ഇവിടെ 100 ആകുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. കാരണം ഒ എയും ഒ ബി. അപ്പോൾ 80 വരുന്ന മിച്ചം 40 എന്ന് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതിന്റെ സ്റ്റെപ്പുകൾ ഇങ്ങനെയാണ്. ആദ്യം ജോയിൻ ഒ സി. ഒ ബി സി എന്നത് 50 മൈനസ് 30 20. ഇപ്പുറത്തുള്ള ആംഗിൾ 20. ആംഗിൾ എ ഒ ബി 2 ഇൻറ്റു 50 100 ഡിഗ്രി. ഒ ബി എ എന്നതും ഒ എ ബിയും തുല്യമായതുകൊണ്ട് 180 മൈനസ് 100/2 80/2 40. ആംഗിൾ ഡി എന്നത് ആംഗിൾ ഇൻ ദ ഓപ്പോസിറ്റ് സെഗ്മെന്റ് സപ്ലിമെന്ററി ആയതുകൊണ്ട് 130.
അടുത്ത ചോദ്യം, ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 12. വളരെ പ്രധാനപ്പെട്ട 4 മാർക്കിൻ്റെ ചോദ്യം ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ വരണമെങ്കിൽ √12 ഉള്ള ലൈൻ വരയ്ക്കണം എന്ന് ആദ്യം അറിയുക. √12 വരയ്ക്കാൻ പല മെത്തേഡുണ്ട്. ഇതിൽ ഏറ്റവും എളുപ്പം 6, 2, അതായത് 6 × 2 12 ആണ്. അതുപോലെ 4 × 3 12 ആണ്. നമുക്ക് 6ഉം 2ഉം കൂടെ ചേർന്ന് 8 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈൻ AB വരയ്ക്കുന്നു. എന്നിട്ട് 6 സെൻറ്റിമീറ്റർ കഴിഞ്ഞ Pയും മിച്ചമുള്ളത് 2. ഇവിടെ AB-യുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. പകുതിക്കുള്ളെടുത്ത് മേളിലും താഴെയും വരച്ച് അങ്ങനെ സെൻറ്റർ കണ്ടുപിടിച്ചു. അവിടുന്ന് ഒരു സെമി സർക്കിൾ വരച്ച് ഇവിടുന്ന് 90 ഡിഗ്രി നീട്ടി വരയ്ക്കുമ്പോൾ കൊള്ളുന്ന നീളമാണ് √12. ഈ നീളമുള്ള ഒരു സ്ക്വയർ, അതായത് ഇവിടുന്ന് കോമ്പസ് ഇങ്ങോട്ട് പിടിച്ച് റൈറ്റിലോട്ട് കട്ട് ചെയ്യുന്നു, അവിടുന്ന് മേളിലും ഇവിടുന്ന് ഇങ്ങോട്ടും കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടി. ഈ സ്ക്വയറിൻ്റെ ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇപ്പോൾ നമ്മൾ ചെയ്തത് സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇതിൽ പഠിക്കാനുള്ള എല്ലാ ഇക്വേഷൻസുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക്